ഇന്ന് അപ്പൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷെ അപ്പൂന് വർക്കിന് ലീവ് ഒന്നും കിട്ടിയിട്ടില്ല. സോ ഞാനിതേ അപ്പൂൻ്റെ കൂടെ ഇന്ന് വർക്കിന് പോവാണ് കേട്ടോ. അങ്ങനെ ഇത് നിലമ്പൂർ വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേ പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് അപ്പൂൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഇതാ കണ്ടൊരു ഹോട്ടലിൽ കയറി നമ്മളൊരു മന്തി റൈസും ചിക്കൻ പൊള്ളിച്ചതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അത്രത്തോളം വിശന്നിരുന്നിട്ടാണോ എല്ലാ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. ഇത്തവണ എനിക്ക് അതിനൊന്നും പറ്റിയില്ല കേട്ടോ. അതിന്റെ സങ്കടം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൂന് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ എന്റെ ഗിഫ്റ്റ് വന്നിട്ട് അങ്ങനെ നേരെ നമ്മളതേ കുറച്ച് സെറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ട്രയൽ റൂം കയറി. ട്രയൽ റൂം എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഇപ്പൊ അപ്പൂന്റെ ആയി മാറിയിട്ടുണ്ട്. എന്റെ കൂടെ നടന്ന് ഇപ്പൊ അവന് ട്രയൽ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഡ്രസ്സസ് ഒക്കെ ട്രയൽ നോക്കി സംതൃപ്തി അടയുമ്പോൾ ഞാനവിടെ കാറ്റ് വാക്കും സോങ് ഒക്കെ ആയിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും കുറെ ഡ്രസ്സ് ട്രയലൊക്കെ നോക്കി അതിൽ 1-2 അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതൊരു സെറ്റ് കൊണ്ടുവന്നു. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇതിൽ അമ്മയുടെ വകയുള്ള ഗിഫ്റ്റ് അപ്പു ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഈവനിങ് വന്നിട്ട് അപ്പൂന്റെ ഫ്രണ്ട്സിന്റെ വക ചെറിയൊരു സർപ്രൈസ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.